തിന്നറ്റത്തു പോകാൻ. അതാണ് നമുക്ക് സ്നേഹം കൊണ്ടൊരു തോണിയില്ലാതെ കാലത്തിനറ്റത്തേക്ക് പോകാൻ പറ്റില്ല. വളരെ അഭിമാനകരമായ ഒരു പാരമ്പര്യമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. കാരണം സ്വയം പര്യാപ്തി വരുന്ന ഒരു ജീവിതത്തിന് അത് തുടർന്നു പോകാനല്ലാതെ പിന്നെ സേവനം ചെയ്യുക, തന്നാൽ കരകയറേണ്ടവരെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ള വളരെ അഭിമാനകരമായ റോട്ടറി സമൂഹത്തിൻ്റെ ഈ പാരമ്പര്യത്തിന് നിരക്കുന്ന രീതിയിലുള്ള മുമ്പോട്ട് നിങ്ങളുടെ യാത്രയ്ക്ക് എല്ലാ അഭിമാനങ്ങളും എല്ലാ സ്നേഹവും നൽകുന്നു. നിങ്ങൾക്ക് എത്രയും വിശാലമായ ഒരു ലോകം നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങളുടെ സ്നേഹം ആവശ്യപ്പെടുന്ന ഒരു വലിയ കേരളീയ സമൂഹം, ഭാരതീയ സമൂഹം നിങ്ങളുടെ മുമ്പിലുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ സേവനം ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിലുള്ള ഓരോ പരാജയങ്ങളും ഞാൻ ഓരോ പടിയാക്കി വെക്കുകയും നേതി എന്നൊരു സങ്കല്പമാണ് ഭാരതീയ സങ്കല്പം. ഇതല്ല, നമുക്ക് പോകാൻ ഇനിയും മുമ്പോട്ട് പോകാനുണ്ട്. മുമ്പോട്ട് പോകുമ്പോൾ എന്ന വാക്കാണ് എന്നെ പ്രചോദിപ്പിച്ചിട്ടുള്ളത്. ഇതല്ല, നമുക്ക് പോകാൻ ഇനിയും മുമ്പോട്ടുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ സമൂഹം നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അവർക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. എന്ന് പറയുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഇതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ഇനിയും വേണം, എനിക്ക് ഇനിയും മുമ്പോട്ട് പോകാനുണ്ട് എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന എന്നെ അന്നത്തെ കാലത്തെ എന്നെ പ്രതിനിധീകരിക്കുന്ന എത്രയോ മനുഷ്യർ ഈ ലോകത്തുണ്ട്. അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്. എനിക്കറിയാം. അതാണ് ഏറ്റവും അഭിമാന സ്തംഭമായ നിങ്ങളെ എനിക്ക് കാണാനുള്ളത്. ഇപ്പോൾ എന്നൊരു ഗാനം ഞാൻ 66 കേട്ടതാണ്. എനിക്ക് അതുപോലെ പാടാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അന്ന് യാതൊരു മാർഗവുമില്ലാതെ ഒരു ബസ്സിന് പോലും കാശില്ലാത്ത സമയത്ത് പോലും ഞാൻ അത്രയും വിശുദ്ധമായൊരു സംഭവം, ഗാനം അല്ലെങ്കിൽ സംഗീതം, സാഹിത്യം, ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനത് വെച്ച് മുമ്പോട്ട് നടന്നു. അങ്ങനെ 20 വർഷം യാത്ര ചെയ്തപ്പോഴാണ് ഒരു ദിവസം PVG എന്നെ വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമോൻ ഇവിടെ, എൻ്റെ കൊച്ചുമകളുടെ ഭർത്താവ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണ് അല്ലേ? യെസ്, മകളുണ്ട് മോളെ. ശരി. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒരു പടം ചെയ്യാനുണ്ട്, സിനിമ ചെയ്യാനുണ്ട്. അപ്പോഴേക്ക് ഞാൻ കുറേ മുമ്പോട്ട് പോയി. അങ്ങനെ മദ്രാസിൽ ചോള ഹോട്ടലിൽ ഒരു വലിയ വിശാലമായൊരു മുറിയിൽ എന്നെ അദ്ദേഹം ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങളായിരുന്നു. MT വാസുദേവൻ ഇരിക്കുന്നു, ഹരിഹരൻ ഇരിക്കുന്നു. കൂട്ടത്തിലേക്ക് ഒരാളെയും കടന്നു വന്നു. കുറച്ച് എന്നെ പോലെ പകുതി നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ നടന്ന് വന്നു. അദ്ദേഹമായിരുന്നു ഞാൻ കേട്ട എന്നെ കൊതിപ്പിച്ച നിലഗഗൻ തലയുടെ മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റി വീരഗാഥയിൽ. ഇത്രയുള്ള കാര്യം. നമ്മൾ തീക്ഷ്ണമായിട്ടുള്ള ശക്തിയായിട്ട് മുമ്പോട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭാവി തുറന്ന് കിടക്കും. അതാരും അടക്കില്ല. മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ലക്ഷ്യം. പകുതി പോയത് വഴിയിൽ ഇത് മതി, എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞാൽ അവിടെ കഴിയും. അതേസമയത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ആർക്കും തടയാൻ പറ്റില്ല. മുമ്പോട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന എത്രയോ സമൂഹം നിങ്ങളുടെ മുമ്പിലുണ്ട്. അവരെ കൈപിടിക്കാൻ ഉയർത്തുക. നിങ്ങൾ ഓരോരുത്തരും അതിനാണ് ശ്രമിക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനതിന് ഈ വിശുദ്ധമായ ഈ അവാർഡ്, ഈ സമ്മാനം ഞാൻ എൻ്റെ ഹൃദയത്തിലാണ് സ്വീകരിക്കുന്നത്, എൻ്റെ കയ്യിലല്ല. അത്രയും ആത്മാഭിമാനത്തോടുകൂടി, എത്രയും സ്നേഹത്തോടുകൂടി, വിനയത്തോടുകൂടിയാണ് ഞാനത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ അഭിമാനകരമായൊരു നിമിഷമായി തന്നെ ഞാൻ ഈ നിമിഷത്തെ കണക്കാക്കുന്നു. ഞാൻ ഒരു പുഞ്ചിരിമായാത്ത മനസ്സുമായിട്ടാണ് എപ്പോഴും നടക്കുന്നത്. നമ്മളിതിനെ കരയുന്നു, നമുക്ക് ചിരിക്കുക, മുമ്പോട്ട് പോവുക. അതാണ് അന്യപന്ഥാ വിദ്യതേ അയനായ. അതാണ് പുരുഷസൂക്തം പറയുന്നത്.
നമുക്ക് പോകാൻ വേറെ വഴിയില്ല. സ്നേഹത്തിൻ്റെ വഴി, നന്മയുടെ വഴി, സത്യത്തിൻ്റെ വഴി, ധർമ്മത്തിൻ്റെ വഴി. ഞാനതിനാണ് ശ്രമിക്കുന്നത്. ഞാൻ ജീവിതം ഒരിക്കലും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം ഞാൻ പറയാം. ഞാൻ എത്രയോ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കൂടെയാണ് ജീവിച്ചത്. പക്ഷേ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിച്ചിട്ടില്ല. കഴിയുന്ന ഒരാളെ ഉപദ്രവിക്കാതെ ഞാൻ ജീവിക്കാൻ ശ്രമിച്ചിട്ട് 75 വയസ്സായി. ഇപ്പോഴും എൻ്റെ ഊർജം എന്ന് പറയുന്നത് എൻ്റെ സ്നേഹമാണ്. ഞാൻ ഇന്നലെയും പാട്ട് എഴുതിയിട്ടാണ് വന്നത്. എൻ്റെ ജോലി എനിക്ക് ഇപ്പോഴും തുടരാൻ പറ്റും. ഞാൻ കച്ചേരി പാടുമായിരുന്നു, പക്ഷേ എനിക്ക് പാടാൻ പറ്റുന്നില്ല എന്നതാണ് എൻ്റെ സങ്കടം. മാത്രമേ. പക്ഷെ അതെനിക്ക് സങ്കടമല്ല, എനിക്ക് എഴുതാൻ ഇപ്പോഴും പറ്റും. അഭിമാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ മാത്രം മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കതിൽ അഭിമാനമുണ്ട്. എനിക്കത് പറഞ്ഞാലും തീരില്ല. ഒരുപാട് കാര്യങ്ങൾ, ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ കൂടുതലും നല്ല മനുഷ്യരായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നല്ല മനുഷ്യരായിരുന്നു. അവരൊക്കെയാണ് ഞാൻ വന്ദിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുള്ള